ഹായ് ഹലോ ഗുഡ് ഈവനിങ് കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വന്ന വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്ത് നല്ല ഒരു പാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. പാക്കെന്ന് പറഞ്ഞാൽ സാധാരണ എന്ത് പാക്കാണെന്ന് വെച്ചാൽ കെമിക്കലൊന്നുമല്ല, നമ്മുടെ ഉലുവച്ചെടിയുടെ അതായത് ഉലുവേനെ കുതിർത്ത് വെച്ച ശേഷം ഒരു 4-5 ദിവസം കുതിർത്ത് വയ്ക്കുമ്പോൾ തന്നെ അത് മുളച്ച് വരുന്ന അതിൻ്റെ ചെടി അതെടുത്ത ശേഷം നമ്മൾ വെറുതെ അതായത് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്ത ശേഷം അത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് ഇട്ടിരുന്ന ശേഷം ഇളം ചൂടുവെള്ളത്തിൽ കഴുകുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇത് നല്ല റിസൾട്ടുമാണ്. ഇതിൻ്റെ വെള്ളം അതായത് ഉലുവയുടെ വെള്ളം കൊണ്ട് മുഖം കഴുകുന്നത് പോലും വളരെ നല്ല റിസൾട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്തു നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ മാങ്ങയുടെ ഇല, അതുപോലെ തന്നെ മാങ്ങ എന്ന് പറഞ്ഞാൽ പഴുത്ത മാങ്ങയുടെ തൊലി, മാങ്ങയുടെ പൾപ്പ്, പഴുത്ത മാങ്ങയുടെ പൾപ്പ്, മാങ്ങയുടെ തൊലി, മാങ്ങയുടെ ഇല, ഇതെല്ലാം കൂടി വെള്ളം തിളപ്പിച്ച് ത്വക്കിലൊഴിച്ചാൽ അണുബാധ ഉള്ളവർക്ക് അണുബാധ മാറിക്കിട്ടും. വളരെ നല്ല റിസൾട്ടാണ്. പൾപ്പ് വേണമെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് മാറ്റി വെച്ച ശേഷം നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതല്ല, മാങ്ങയുടെ തൊലിയും മാവിൻ്റെ ഇലയും എല്ലാം കൂടിയിട്ട് വെള്ളം തിളപ്പിച്ച് നമ്മുടെ ത്വക്കിൽ എന്തെങ്കിലും ഒരു ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ആൾക്കാർക്ക് പുറത്തൊഴിച്ച് കൊടുത്താൽ വളരെ നല്ലതാണ്, അണുബാധ മാറിക്കിട്ടും. അതുപോലെ തന്നെ മാതള നാരങ്ങയുടെ തൊലി, അതും ഇതുപോലെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച ശേഷം ആ വെള്ളം കൊണ്ട് മുഖവും കൈകാലുമൊക്കെ കഴുകുന്നത് വളരെ ഉത്തമമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പച്ച വെളുത്തുള്ളി ചതച്ചെടുത്ത ശേഷം അത് നമ്മുടെ മുഖക്കുരു എല്ലാം ഉള്ള ഭാഗത്ത് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ മുഖക്കുരുവിൻ്റെ ആ ഒരു കാര പോലെ, അതായത് കാര നിർദ്ദേശിച്ച മുഖക്കുരുവിൻ്റെ ആ ഒരു പാട് പോലും അവിടെ അവശേഷിക്കാറില്ല. അപ്പോൾ നിങ്ങൾ ഈ ടിപ്സുകൾ ചെയ്തു നോക്കുക. ഇനി ഞാൻ പറയാൻ വന്ന മറ്റൊരു ടിപ്സ് എന്ന് പറഞ്ഞാൽ, നമുക്ക് വീട്ടിൽ ഈച്ച ശല്യം ഒരുപാടുള്ളിടത്ത് സവാള മുറിച്ച് വെച്ച് കൊടുത്താൽ ഈച്ചയുടെ ശല്യം കുറയും. നിങ്ങൾ ആ ടിപ്സ് ചെയ്തു നോക്കുക. അതുപോലെ തന്നെ തുണികളിലെ കറയെക്കുറിച്ച് ഞാൻ ഇന്നാൾ പറഞ്ഞായിരുന്നു. കരിമ്പൈൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, തുണികളിലൊക്കെ വരാറുണ്ട്. അതിൽ മണ്ണെണ്ണ തേച്ച് കൊടുത്താൽ മണ്ണെണ്ണയുടെ സ്മെല്ല് പോകണമെങ്കിൽ പിന്നെ നാരങ്ങ തേക്കേണ്ടി വരും. അപ്പം നിങ്ങൾക്ക് മണ്ണെണ്ണയും നാരങ്ങയും കൂടി യോജിപ്പിച്ച് തേച്ച് കൊടുക്കുക. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് മണ്ണെണ്ണ തേക്കുക. അതിനുശേഷം മണ്ണെണ്ണ കഴുകി കളഞ്ഞതിന് ശേഷം നാരങ്ങയുടെ നീരൂടി തേച്ച് കൊടുക്കുക. ഇനി നമ്മുടെ ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീടിൻ്റെ ഭിത്തിയിലൊക്കെ ഉള്ള വിടവുകൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, മെഴുകുതിരി ഉരുക്കിയ ശേഷം ഒരു പഞ്ഞിയിൽ ഈ ഉറുമ്പുകളെല്ലാം കയറിയിട്ട് വിടവുണ്ടാക്കി ഇടാറുണ്ടല്ലേ. അപ്പോൾ അതുവഴി പിന്നീട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് വലിയ ഇതായിട്ട് മാറി അത് അടർന്ന് വീഴാൻ തുടങ്ങും. അപ്പോൾ അവിടെ മെഴുകുതിരി ഉരുക്കി ഒട്ടിച്ച് വയ്ക്കുക. അപ്പോൾ ഈ ഉറുമ്പുകളെല്ലാം തുറക്കുന്നത് അതെന്ത് ചെയ്യും, മതിയാക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ടിപ്സുകൾ നിങ്ങൾ ചെയ്തു നോക്കുക. ഇനി വേണമെങ്കിൽ വേറൊരു ടിപ്സ് കൂടെ പറഞ്ഞുതരാം. കൊതുക് ശല്യം ഒരുപാടാണെങ്കിൽ നിങ്ങൾ വേപ്പില മുറിക്കുള്ളിൽ കത്തിച്ചാൽ മതി, കൊതുകെല്ലാം ഓടിക്കോളും. അപ്പം നിങ്ങൾ ടിപ്സൊക്കെ കണ്ടിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക. കാരണം ഫേസിൻ്റെ മാത്രമല്ല, ഇങ്ങനെയുള്ള ടിപ്സുകളും കൂടെ വീട്ടുകാര്യങ്ങളും കൂടി നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ആദ്യമേ അങ്ങനെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങളാരും ഫുള്ള് കാണാത്തത് കൊണ്ടാണ് മനസ്സിലാവാത്തത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. നാളെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ. ഞങ്ങൾ അമ്പലത്തിൽ ഉത്സവം ഇന്ന് ലാസ്റ്റ് ദിവസമാണ്. ഇവിടെ വീട്ടിലിരുന്നാൽ തന്നെ നല്ലതുപോലെ കാണാം. അപ്പോൾ അടിപൊളിയാണ്. എല്ലാവർക്കും ടാറ്റാ.